ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ആഴ്ച മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അതല്ല കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. സംഭവം ഇതിന് ശേഷമുള്ള ദിവസം പിറ്റേന്ന് രാവിലെ തൊട്ട് ഞാൻ കെട്ടിൻ്റെ പണി ശരിക്കും അന്ന് തുടങ്ങി പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറ്റേന്നാണ് ശരിക്കും അങ്ങോട്ട് ആരംഭിച്ചത്. ഇന്ന് ഞങ്ങള് കടലിടാൻ പോവാന്ന് വിചാരിച്ചത് കേട്ടാ. പക്ഷെ അതെ മഴ ചതിച്ചു. മഴ എന്തായാലും മേക്കപ്പ് ഇട്ട സ്ഥിതിക്ക് പുറത്ത് പോവുക. ആറ്റുനോറ്റ് ഞങ്ങൾ ഇന്നൊന്ന് ബീച്ചിൽ പോവാന്ന് വെച്ചപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. മഴ കൊണ്ടുപോയിന്ന് തോന്നണത് കേട്ടാ. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? മഴ അല്ലേ? നമ്മളെപ്പോഴാ ബീച്ചിൽ പോവാ? എന്നാ വേഗം ഡ്രസ്സ് മാറിക്കോ, പോയിട്ട് ഓടിക്കോ. എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് മാറാൻ പോവാ. ഞങ്ങളെ വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവർ വരുമ്പോഴേക്ക് റെഡി ആയി നിൽക്കാനാ പറഞ്ഞത്. ചിലപ്പോൾ അവിടെ മഴ ഉണ്ടാവില്ല. അപ്പം അത് കാരണം നമുക്ക് എന്തെങ്കിലും വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെയും കൊണ്ട് ഇത്തവണ എവിടേക്കും പോയിട്ടില്ല കേട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് 2 ആളും കൂടി പ്ലാൻ ഇട്ടിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഇവർ പുറത്ത് പോയിരിക്കുന്ന ടൈമായിരുന്നു കേട്ടോ, അളീനും കൂടിയിട്ട്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ വേഗം റെഡി ആവാനൊക്കെ നിന്നു. പക്ഷെ വിളിച്ച ടൈമിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മടി പിടിച്ചു കുറച്ച്. വെയിലത്ത് പോയി അവിടെ കത്തിക്കൽ വലിച്ച് നിൽക്കേണ്ടതെന്ന്. പെട്ടെന്നായിരുന്നു കേട്ടോ മഴയുടെ വരവ്. ഇത്തവണ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്ക് സർക്കസ് കാണാൻ പോകണമെന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സർക്കസ്. അപ്പോൾ അതുകൊണ്ട് വെക്കേഷന് സർക്കസ് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സർക്കസൊക്കെ പൂട്ടിപ്പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വേറെ വഴിയൊന്നുമില്ല. പിന്നെ തൃശ്ശൂർ പൂരത്തിനായാലും പോകാറില്ല. എനിക്ക് പൊതുവെ തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകാനായിട്ട് ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ച് ആനേനെയും പേടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പൂരം വേലയ്ക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഞാൻ പോയി നിൽക്കുള്ളൂ. അധിക നേരം പൂരപ്പറമ്പിൽ പോയി സ്പെൻഡ് ചെയ്യില്ല. കുറച്ച് നേരം പോയി കണ്ടുവരും. മെയിനായിട്ട് ഞാൻ കാവടിക്കൊക്കെ പോവുള്ളൂ. എനിക്ക് ആനപ്പൂരത്തിന് പൊതുവെ പേടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പോക്കുകളൊക്കെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞങ്ങൾ മഴയെങ്കിൽ മഴ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോണ നേരത്ത് ഓർത്തത് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുമ്പോൾ ഇരുട്ടുണ്ടാവില്ലല്ലോ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ഹൗസ്ഫുള്ളായിട്ടാണ് വണ്ടിയിൽ പോണത്. കാരണം ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രില്ല് കിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് വണ്ടിയിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത്തിരി ഞെരിഞ്ഞൊക്കെ ആയിട്ട് ഇരുന്ന് പോകാറ്. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഒന്നാമത് ശനിയാഴ്ചയായിരുന്നു. പിന്നെ നല്ല ബ്ലോക്കാണ്, എല്ലാവരുടെയും ബ്ലോക്കാണ് കേട്ടോ. ഒരു വഴിക്കും കയറി പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബീച്ചിൻ്റെ ഏകദേശം നമുക്ക് തീരുമാനമായിന്ന് പോണ വഴി മനസ്സിലായി. ബ്ലോക്ക് മാത്രമല്ല, നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു കേട്ടോ. വണ്ടിയിലിരുന്നിരുന്ന് അമ്മ ഈ ദേഷ്യം കാണിക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്മയ്ക്കാണെങ്കിൽ ഇടിവെട്ടും മഴയൊക്കെയുള്ള സമയത്ത് എങ്ങോട്ടേക്കും പോകാനായിട്ട് ഇഷ്ടമല്ല. അപ്പം ഞങ്ങളെ നിർബന്ധപ്രകാരമായിട്ടുള്ള അമ്മ വന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ദേഷ്യമാണ് അമ്മയെ കാണിക്കുന്നത്. ബീച്ചിൽ പോക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പടത്തിന് പോവാന്നുള്ള പ്ലാനിൽ പോകും. അതും ഇനി എന്താ ടിക്കറ്റ് കിട്ടാവോ അവിടെ ചെല്ലുമ്പോ? പണിയുള്ളോ? ഒന്നും കിട്ടില്ല. സിനിമയും ഇല്ല, ബീച്ചും ഇല്ല, വിശന്നിട്ടും വയ്യ. മന്തി ഉണ്ടാവും. മന്തി കഴിച്ചിട്ട് വരാം. തിയേറ്ററിലാണ് ഞങ്ങൾ പടം കാണാനായിട്ട് പോയത്. പെരിങ്ങോട്ടുകര ദേവയിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മഴയായതുകൊണ്ട് ഓടിച്ചാടി കയറി വേഗം. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നും കഴിക്കാണ്ട പോന്നിട്ടാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ 6 മണി അങ്ങോട്ടായിരുന്നു ഷോ. അപ്പോൾ ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല. കറക്റ്റ് ടൈമിന് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടിച്ചെത്തിയതായിരുന്നു. അങ്ങനെ കയ്യിൽ കിട്ടിയതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പടം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ പിള്ളേർ ഇരുത്തില്ല. നല്ല വിശപ്പ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു പടമേ ആയിരുന്നില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് അവിടെ കയറി അങ്ങോട്ട് ഇരുന്നു. എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ പടം ഇഷ്ടം കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ. തിയേറ്ററിലാണെങ്കിൽ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒരു ഉറക്ക മൂടായിരുന്നു പടത്തിന് കേട്ടോ. അങ്ങനെ നമുക്ക് വിശപ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. കാരണം ഇൻ്റർവെല്ലായപ്പോൾ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. കാരണം നമ്മൾ മുന്നേ വാങ്ങിയ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിന് നമ്മൾ പോയി വല്ലതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വരുമല്ലോ കഴിക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഈ ഒരു പരസ്യത്തിൻ്റെ വരവ്. അപ്പോൾ നമ്മളത് കഴിക്കാനുള്ള മൂടാ പോയി കിട്ടും. അങ്ങനെ പടം കണ്ടു.
കഴിഞ്ഞതും പിന്നെ വിശന്നിട്ട് നമുക്ക് കണ്ണ് കാണാണ്ട് തല കറങ്ങി പോണ അവസ്ഥയിലായിരുന്നു കേട്ടോ എല്ലാവരും ഇരുന്നിരുന്നത്. കാരണം നമ്മളൊരു 3 മണി 3:30ക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അത്ര തൊട്ട് ഒരു 6 മണി വരെ നമ്മൾ വണ്ടിയിൽ ഫുൾ പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പടം കണ്ടിട്ടും വലിയ സുഖമില്ലാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു കണ്ടതുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ഒരു മന്ദപ്പായിരുന്നു തലയ്ക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് വരാനായിട്ട് പിന്നെയും കുറച്ച് നേരം പോസ്റ്റായിട്ടിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.